നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ജ്യോതിഷത്തിൽ സാറ്റേൺ ഇൻ ദ 6th ഹൗസ്, ശനി 6ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. ആറാം ഭാവത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അതിൽ ശനി തരുന്ന അനുകൂല ഫലങ്ങൾ, ശനി തരുന്ന പ്രതികൂല ഫലങ്ങൾ നമുക്ക് നോക്കാം. പൊതുവേ 6, 8, 12 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റ് ലൈഫ് ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കേരളീയരായിട്ടുള്ള അസ്ട്രോളജേഴ്സിൻ്റെ ഇടയിൽ പൊതുവേ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് പാപഗ്രഹങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥലം 6, 8, 12 ആണെന്നാണ്. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് അനുഭവങ്ങൾ വെച്ച് അനലൈസ് ചെയ്യുമ്പം ഈ ഗ്രന്ഥങ്ങളിൽ ശ്ലോകത്തിൽ ഒരു വിഷയത്തിൻ്റെ എക്സ്ട്രീം ലെവലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് അനുഭൂതി ആചാര്യന്മാർ പറയുന്ന അനുഭൂതി വരില്ല എന്നുള്ളതല്ല. ഇപ്പം 6ൽ ഒരു ഗ്രഹം നിന്നാൽ കിട്ടുന്ന ഫലത്തിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള ഒരു തലമായിരിക്കും ആചാര്യന്മാർ ശ്ലോകമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ആ ശ്ലോകം അതുപോലെ വരില്ല. അപ്പം മറ്റ് ഫലങ്ങളും മറ്റ് വിഷയങ്ങളും നമ്മുടെ നിരന്തരമായിട്ടുള്ള ജ്യോതിഷ വിഷയങ്ങളിലെ പഠനവും ഒബ്സർവേഷനും കൊണ്ടാണ് അത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ റേഞ്ച് എത്രയാണെന്നുള്ളത് അത് മറ്റ് ഗ്രഹങ്ങളിലെ നിപ്പും കാര്യങ്ങളും എല്ലാം വെച്ചാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ 6ൽ ശനി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആചാര്യന്മാർ തമ്മിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം പാരിജാതകത്തിൽ പറയുന്ന അഭിപ്രായമല്ല പരാശര ഹോരയിൽ പറയുന്നത്. പരാശര ഹോരയിൽ ആണ് കുറച്ചുകൂടി ഈ ഭാവം 1ാം ഭാവാദിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നാൽ, അത് ഓരോ ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങളിൽ നിന്നാലൊക്കെയുള്ള ഫലത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളത്. പിന്നെ അതുപോലെ മറ്റു പല ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അന്നേരം പരാശര ഹോരയിലും ഉണ്ട്. അതുപോലെ തന്നെ മലയാള ഗ്രന്ഥം എന്ന് പറയുന്നത് ജാതക ദർപ്പണം, പ്രശ്നരീതി, ഉക്കണിയാണല്ലോ പ്രശ്നരീതി ഉള്ള ഗ്രന്ഥങ്ങൾ കുറച്ചും കൂടി ഈ ജാതക പരിജാതകം അതുപോലെ ഒക്കെ ഞാൻ കുറച്ചുകൂടെ എടുക്കുന്ന പുസ്തകങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എൻ്റെ അസ്ട്രോളജിയുടെ ബേസ് ഉറച്ചിരിക്കുന്നതൊക്കെ ഈ ഗ്രന്ഥങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. അതിനുശേഷമാണ് നമ്മൾ കൂടുതൽ അന്വേഷിച്ച് പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ വരുന്നതുമൊക്കെ. ഇപ്പോൾ കേരളത്തിൽ ആരായാലും അസ്ട്രോളജി പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വരാമിഹിരൻ്റെ ഹോര, അതിൻ്റെ ദശാധ്യായത്തെ 10 അധ്യായങ്ങൾ വെച്ചിട്ടുള്ള ദശാധ്യായും, അതുപോലെ കൈക്കുളങ്ങര രാമവാര്യരുടെ ഹൃദ്യവതാ വ്യാഖ്യാനവും, ഒരേടെ ഹൃദ്യവതാ വ്യാഖ്യാനവും പ്രശ്നമാർഗവും ബേസ് ചെയ്തിട്ടാണ് എല്ലാ ആൾക്കാരും ജ്യോതിഷം പഠിക്കാൻ തുടങ്ങുന്നത്. ഒന്ന് പ്രശ്നമാർഗം, പിന്നെ ഹോര, ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്, പഠിക്കുന്നത്. അതിന് ശേഷമാണ് പിന്നീട് പല ഗ്രന്ഥങ്ങളും നമ്മൾ നോക്കുന്നത്. പ്രശ്നകൗതുകം, അതുപോലെ പ്രശ്ന വിഷയങ്ങളിൽ കൂടുതലും കേരളത്തിലെ പ്രശ്ന വിഷയത്തിൽ കുറച്ചുകൂടെ ഗാഢമായിട്ട് പോകുന്നുണ്ട്. പ്രശ്നരീതി, മലയാളം ഗ്രന്ഥങ്ങൾ. ഈ മലയാളം ഗ്രന്ഥങ്ങൾ, ഈ സംസ്കൃതം അറിയാത്തവർ പോലും സംസ്കൃത ശ്ലോകങ്ങളാണ് കൂടുതലും എടുക്കുന്നത്. കാരണം അതിനൊരു വെയിറ്റ് ഉണ്ട്. പക്ഷെ മലയാളം ശ്ലോകങ്ങളുള്ള ഗ്രന്ഥങ്ങൾക്ക് അത്രയും വെയിറ്റ് പൊതുസമൂഹത്തിൽ, അതായത് ജ്യോതിഷത്തിൻ്റെ ഒരു സമൂഹത്തിൽ, ജ്യോതിഷ സമൂഹത്തിനിടയിൽ മലയാള ശ്ലോകങ്ങൾക്കൊക്കെ ഇച്ചിരി അറിവ് കുറഞ്ഞവരായിട്ടാണ് മലയാള ശ്ലോകം ഉപയോഗിക്കുന്നവരെ കാണുന്നത്. പക്ഷേ സംസ്കൃതത്തിൻ്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മൾ എഴുതുന്ന പുസ്തകത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങളും അതുപോലെ തന്നെ മലയാള ശ്ലോകങ്ങളും കൊടുത്തിട്ടുണ്ട്. സംസ്കൃത ശ്ലോകത്തിൻ്റെ പദാനുപദം അർത്ഥമില്ലെങ്കിൽ പോലും അത്യാവശ്യം, കാരണം ഓരോ പദങ്ങളും, ഇപ്പോൾ സംസ്കൃത ശ്ലോകങ്ങളാണെങ്കിൽ പദം പിരിച്ചു കഴിഞ്ഞാൽ ഓരോ പദത്തെയും നിങ്ങൾ ഡിക്ഷണറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് അർത്ഥങ്ങൾ വരും. ആ 100 കണക്കിന് അർത്ഥങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 100 കണക്കിന് വിഷയങ്ങളിലും ഉപയോഗിക്കാം. മനസ്സിലാവുന്നു. ഇപ്പോൾ ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി എന്ന് പറയുന്ന പ്രശ്നമാർഗത്തിൻ്റെ 1ാം ഭാവത്തെക്കുറിച്ച് പറയുന്ന വിഷയങ്ങളാണെങ്കിൽ ആ ദേഹസ്യ എന്നുള്ള ദേഹം എന്ന് പറയുന്നതും സൗഷ്ഠവം എന്നുള്ള വാക്കിനുമൊക്കെയുള്ള അർത്ഥങ്ങൾ നിങ്ങൾ ഡിക്ഷണറി വാങ്ങിച്ച്, ഇപ്പോൾ സംസ്കൃത ഡിക്ഷണറി ഓൺലൈനുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ മോണിർ വില്യംസിൻ്റെ ഒക്കെ ആണെങ്കിലും പലരുടെയും ഉണ്ട്. മോണിർ വില്യംസിൻ്റെയാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മോണിർ വില്യംസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഡിക്ഷണറിയിൽ ദേഹ എന്നുള്ള വാക്കിന് ഇട്ട് കഴിഞ്ഞാൽ കുറേ അർത്ഥങ്ങൾ കിട്ടും. അതുപോലെ ഓരോൻ്റെ പദാനുപദം എടുത്തിട്ട് അർത്ഥങ്ങളിട്ട് നിങ്ങൾ സ്വയം ഒരു വ്യാഖ്യാനം കണ്ടെത്തി പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെ പല ഡയമെൻഷനിലും നിങ്ങൾക്ക് എടുക്കാം.
അതുപോലെ തന്നെയാണ് മലയാളം ശ്ലോകങ്ങളും. മലയാളത്തിലെ മിക്ക വാക്കുകളും സംസ്കൃതത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ മലയാള ശ്ലോകങ്ങൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, ഉള്ളത് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സംസ്കൃത ശ്ലോകങ്ങളെക്കാളും കുറച്ചും കൂടി ഇഷ്ടം മലയാള പദ്യങ്ങളാണ്. മലയാള പദ്യങ്ങൾ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ട്. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പല മലയാള ഗ്രന്ഥങ്ങളും, ഈ ജാതക ദർപ്പണം, പ്രശ്നരീതി, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയിട്ടുള്ള കൈരളി പ്രശ്നമാർഗം തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ മുത്തുസ്വാമി സാറിൻ്റെ ചില പ്രശ്നപ്രമാണ മഞ്ജരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മലയാള ശ്ലോകങ്ങൾ ഉള്ള പുസ്തകങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ. കാരണം ഇതൊക്കെ എനിക്ക് അത് പാട്ട് പോലെ പഠിച്ച് വെച്ച് കൃത്യമായിട്ട് ഉപയോഗിക്കാനും കുറച്ചുകൂടി എളുപ്പമുള്ള പുസ്തകങ്ങൾ. അതുപോലെ തന്നെ സംസ്കൃത ഗ്രന്ഥങ്ങൾ പരാശരഹോരയും വരാഹമീരൻ്റെ ഹോരയും അതുപോലെ തന്നെ ജാതകം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളും വളരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ. അതൊക്കെ പരാശരഹോരയ്ക്കും പല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം അത് പലതും നോക്കുക. അതേപോലെ ജാതകം മലയാളത്തിൽ അവൈലബിൾ. പരാശരഹോരയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു മലയാളം വ്യാഖ്യാനമേ ഉള്ളൂ. അത് മുത്തുസ്വാമി സാറിൻ്റെ ബുക്കാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്, വേണമെങ്കിൽ വായിച്ചു പഠിക്കാം. ഇംഗ്ലീഷിൽ ഇഷ്ടം പോലെ ഉണ്ട്, പലരുടെ വ്യാഖ്യാനമുണ്ട്. അതേപോലെ പല ഗ്രന്ഥങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു സൂചനയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ശ്ലോകം ഉണ്ടെങ്കിലേ ആധികാരികമാവൂ എന്ന് പറഞ്ഞാൽ അത് വെറുതെ. ഒരുപാട് ശ്ലോകം ജപിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ഈ വിഷയത്തിൽ വലിയ ആധികാരികമായിട്ടുള്ള അറിവൊന്നുമില്ല. കുറച്ച് ശ്ലോകം ജപിക്കാൻ പഠിക്കുക. അതിപ്പം നമ്മൾ ഈ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടികൾ കണ്ടിട്ടില്ലേ നമ്മുടെ ടി വിയിൽ? അതിൽ ചെറിയ കുട്ടികൾ പാട്ടുകൾ കാണാപ്പാഠം പഠിച്ച് പാടുന്നത് കണ്ടിട്ടില്ലേ? അപ്പം അത്രയും എഫേർട്ട്, അത് പഠിക്കാനെടുക്കുന്ന എഫേർട്ട്, ബുധൻ അനുഗ്രഹിക്കുമ്പോഴാണ് അത് വരുന്നത്. അത്രയും എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാപ്പാഠം പഠിച്ചത് പാടാം. അത് ആവശ്യം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വരാഹമിഹിരൻ്റെ ആണെങ്കിലും ഇപ്പം ഹോര മൂർത്തിത്വ പരികൽപ്പിതം തുടങ്ങുന്ന ആ 1-ാം അധ്യായം 2-ാം അധ്യായത്തിലൊക്കെ ശ്ലോകങ്ങളുടെ ഓഡിയോ കിട്ടും. അത് നിങ്ങൾ ഡെയിലി കേൾക്കുകയും ഒരു 10-100 പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് പുസ്തകത്തോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ നിങ്ങളത് ചെല്ലാൻ പഠിക്കും. പിന്നെ അത് നിരന്തരമായി ശ്രമിച്ചു കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷം കൊണ്ട് അതിൻ്റെ ശ്ലോകങ്ങൾ നിങ്ങൾക്ക് കാണാപ്പാടാവുകയും ചെയ്യും. പക്ഷേ അത് പഠിക്കുന്നത് നല്ലതാണ്. പ്രൊഫഷണലായിട്ട് നിങ്ങൾ അസ്ട്രോളജി നോക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ പദാനുപദം അർത്ഥം, പ്രത്യേകിച്ച് ഹൃദ്യപദ പോലുള്ള വ്യാഖ്യാനം, കൈക്കുളങ്ങര രാമവാര്യരുടെ ഹൃദ്യപദ പോലുള്ള വ്യാഖ്യാനമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മേടിച്ച് വായിക്കണം. വിദ്യാലയ പബ്ലിക്കേഷൻസാണത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം പല ഹോര എന്നുള്ള സ്കന്ദഹോര, അതേപോലെ തന്നെ വിശ്വാമിത്ര ഹോര, അങ്ങനെ പല ഹോരകൾ ശ്ലോകങ്ങളെ പരാശര ഹോരയൊക്കെ പലതും കോട്ട് ചെയ്തിട്ട് അദ്ദേഹം അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ബ്രില്യൻറ്റ് വർക്കാണ്. അതുപോലെ തന്നെ ദശാധ്യായി, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്ന വിഷയത്തിലേക്ക് പോകും പ്രശ്നമാർഗം, എൻ്റെ ഫേവറേറ്റ് ബുക്കുകളിലൊന്നായിട്ടുള്ള ജാതകാദേശം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് എൻ്റെയും അസ്ട്രോളജിയുടെ ബേസ്. പക്ഷെ അവിടെ മാത്രം അതിനകത്തുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ അറിവുകൾ ഇലാബറേറ്റ് ചെയ്യാൻ നോക്കണം. ഇലാബറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് റിസർച്ച് പേപ്പറുകളിലേക്കും ഒരുപാട് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ പരിചയപ്പെടും. നാഡീഗ്രന്ഥങ്ങൾ അനവധി പരിചയപ്പെടും. മലയാള ഗ്രന്ഥങ്ങൾ അനവധി പരിചയപ്പെടും. മലയാളത്തിലും ഇവിടെ ഒന്നുമില്ലാത്ത ചെറിയ ചെറിയ പുസ്തകങ്ങളുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ട്രാൻസ്ലേഷൻസ് കാണാൻ പറ്റും. പല സംസ്കൃത ഗ്രന്ഥങ്ങളുടെയും അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മലയാളികൾക്കത്ര സുപരിചിതമല്ലാത്ത അനവധി ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനും പരിചയപ്പെടാനും പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് പഠനത്തിനും നമ്മുടെ അറിവിനും ഒക്കെ ഉപയോഗിക്കുകയും ഈ അറിവുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ജാതകം നിരന്തരമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുമ്പം പുതിയ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളതിനകത്തുള്ള കുറേ ക്ലാരിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. അതല്ലാതെ സംസ്കൃത ശ്ലോകം മാത്രം പഠിച്ചുകൊണ്ട് ഇരിക്കുകയും, ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വളരെ വിമർശനാത്മകമായിട്ട് പറയും, നിങ്ങളുടെ വീഡിയോസിൽ സംസ്കൃത ശ്ലോകം ഇല്ലാത്തത് നിങ്ങൾ ജ്യോതിഷത്തിൻ്റെ ആധികാരികതയെ നശിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയും. ഞാനിത് ജ്യോതിഷത്തിൻ്റെ ആധികാരികതയെക്കാട്ടിലും എനിക്ക് കൂടുതലും സാധാരണ മനുഷ്യർക്ക് ഒരു ജ്യോതിഷ അവബോധമുണ്ടാക്കുകയും ലോകത്തിൻ്റെ പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാകാനും വേണ്ടിയും അവർക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.
ഇതിനോടൊപ്പം തന്നെ അസ്ട്രോളജി ഞാൻ ക്ലാസ്സുകളായിട്ട് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ശ്ലോകങ്ങളെ കോട്ട് ചെയ്ത് തന്നെയാണ് പോകുന്നതും ഇനിയും വരാൻ പോകുന്ന ക്ലാസ്സുകളിലും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിലുമെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ശ്ലോകം ചൊല്ലി പഠിച്ച് തന്നെയാണ് ഞാനും അസ്ട്രോളജി പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഞാനും ആദ്യം അസ്ട്രോളജി പഠിക്കാൻ പോയ സമയത്ത് എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണിതവും ശ്ലോകവും പഠിക്കാൻ പറയുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അസ്ട്രോളജിയിലെ ഏറ്റവും എനിക്ക് വിരസത ഉണ്ടായിരുന്നൊരു കാലം. അപ്പം എനിക്ക് കൂടുതലും താല്പര്യമുള്ളത് കൊണ്ടും എനിക്കിതിനോട് കൂടുതൽ പഠിക്കാനുള്ളത് കൊണ്ടുമാണ് വന്നത്. അന്ന് എന്നോടൊപ്പം ഇത് പഠിക്കാൻ ജോയിൻ ചെയ്ത പലരും പകുതിക്ക് വെച്ച് നിർത്തി, ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ടെക്നോളജികളും യൂസ് ചെയ്ത് കാലദേശങ്ങൾക്കനുസരിച്ച് പ്രപഞ്ചത്തിലും ചുറ്റുപാടുകളിലും സാഹചര്യത്തിലും വരേണ്ട മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജി ഉപയോഗിക്കും. പണ്ട് കാലത്ത് താളിയോലകൾ ഉപയോഗിച്ചിരുന്നത് താളിയോല തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നവരോട് എനിക്ക് അവർ താളിയോല വെച്ച് പഠിച്ചോട്ടെ, നമുക്ക് ബുക്കും പേപ്പറും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ തന്നെ യൂസ് ചെയ്ത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതിക്ക് അനുസരിച്ച് പഠിക്കുക. താളിയോല വെച്ച് പഠിക്കാനാണ് ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള പഠനം വരുത്തുള്ളൂ എന്ന് പറയുന്നവരോട് എനിക്കൊരു കുഴപ്പമില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എന്നോട് ഇത് ചോദിച്ചാൽ എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ടെക്നിക്കാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളും കാലദേശങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാനും ഒക്കെ തന്നെയാണ് ഇഷ്ടം. പിന്നെ എൻ്റെ ശൈലി ഇങ്ങനെയാണ്. എനിക്ക് ഈ വിഷയത്തെ എന്നും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരും ഭാരതീയരായിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ വിഷയത്തിലും മാസ്റ്റർ ഒന്നും ആവാൻ പറ്റാതൊന്നുമില്ല. പക്ഷേ അറിഞ്ഞിരുന്നാൽ, ബേസിക് നോളജ് അറിഞ്ഞിരുന്നാൽ അത് നല്ലതാണ്. അത്യാവശ്യം എപ്പോഴായാലും അത് ഉപകരിക്കാനും പറ്റും. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ബേസിക് നോളജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ അന്വേഷണത്തിലേക്ക് പോകാനും പറ്റും. പിന്നെ ഈ ക്ലാസ് മാത്രമല്ല, ഏത് ബുക്കും എല്ലാത്തിനും അതിൻ്റേതായ ഒരു ലിമിറ്റേഷനുണ്ട്. ഈ ക്ലാസ്സിനും ഉണ്ടായ ഒരു ലിമിറ്റേഷൻ. അത് നിങ്ങൾക്കൊരു ബേസിക് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ പാരമ്പര്യ വിഷയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു അസ്ട്രോളജി ക്ലാസ് അല്ല എൻ്റെത്. പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരമ്പര്യമായിട്ടുള്ള ഗുരുപരമ്പരകളെ ഇതിനു മുന്നേ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ ആചാര്യന്മാരുടെയും പാതാരബിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ തിരക്കിനിടയിൽ വേഗം പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ എന്തായാലും മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ളവർ മാത്രം ഇത് നോക്കി പഠിച്ചാൽ മതി. അത് താല്പര്യമുള്ളത് അല്ലാത്തവരുടേതായ രീതിയിൽ അന്വേഷിക്കുകയും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പ്രപഞ്ചവും ഈശ്വരനും നമ്മുടെ ഭരണഘടനയെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്നവർക്ക് 1-2 അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സാറ്റേൺ ഇൻ ദ 6th ഹൗസാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് തുടങ്ങാം. മനസ്സിളക്കം ശൗര്യം ച 6 ശനി ധനക്ഷയം. പ്രശ്നരീതിയിലെ പ്രമാണമാണിത്. കുക്കണിയാലിൻ്റെ പ്രശ്നരീതിയിലെ പ്രമാണമാണിത്. മനസ്സിളക്കവും ശൗര്യവും ച 6 ശനി ധനക്ഷയം. 6 ശനി ധനക്ഷയം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ജാതക ദർപ്പണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നേരെ തിരിച്ചാണ് പറയുന്നത്. ധനം ധാരാളം ഉണ്ടാവും, അതിഭാഷണമായി വരും, ശത്രുക്കളെ ജയിച്ചിടും, അഭിമാനം പെരുത്തിയിടും, ശരീരബലം ഉണ്ടാകും, കൃഷിധാന്യം ലഭിച്ചിടും. 6-ാം ഭാവം അതിൽ സൂര്യനന്ദനൻ ചെന്ന് നിൽക്കുകയും. സൂര്യനന്ദനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനി, സൂര്യപുത്രനാണ് ശനി. അപ്പോൾ അതുകൊണ്ട് ധനം ധാരാളം ഉണ്ടാകുമെന്നാണ് ജാതക ദർപ്പണത്തിൻ്റെ ആചാര്യൻ പറയുന്നത്. എന്നാൽ പ്രശ്നരീതിയിൽ ആചാര്യൻ പറയുന്നത് മനസ്സിളക്കവും ധനക്ഷയവുമാണ്. അപ്പോൾ ഈ ആചാര്യന്മാർ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷിച്ച് നോക്കുക തന്നെയാണ് അതിന് ഇതുള്ളത്. അപ്പം എൻ്റെ നിരീക്ഷണം ഞാൻ പറയാം. അപ്പം ശ്ലോകങ്ങളെ പഠിക്കുക. അതിനുശേഷം ഈ ആചാര്യന്മാർ തമ്മിലിങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുക, വായിച്ച് മനസ്സിലാക്കുക, ശ്ലോകങ്ങൾ പരമാവധി നിങ്ങളുടേതായ രീതിയിലൊന്ന് ക്രോഡീകരിച്ചിട്ട് വേണ്ടത് എത്രയും പഠിക്കുക. അതിനുശേഷം ഈ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ വരുമ്പം ഇത് വെച്ചിട്ട് സ്വയം നിരീക്ഷിച്ച് മുന്നോട്ട് പോകാം. 6 ശനിയുടെ ഗുഡ് എഫക്ട്സ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. കഠിനാധ്വാനിയും ക്ഷമാശീലനുമായിരിക്കും എന്നുള്ളതാണ്. ശത്രുക്കളാവുന്ന ജീവിതാനുഭവങ്ങളെയും ശത്രുക്കളെയും
നിരന്തരമായ കഠിനാധ്വാനം കൊണ്ടും ക്ഷമാശീലം കൊണ്ടും അവർ ജയിക്കും എന്നുള്ളതാണ്. 6th ഹൗസ് സാറ്റേൺ വളരെ ലെങ്തി ആയിട്ട് അവരുടെ ലൈഫ് നിരന്തരമായിട്ടുള്ള പ്രതിസന്ധികളുള്ളവരായിരിക്കും. പക്ഷേ ഇതിനെ സ്ഥിരോത്സാഹം കൊണ്ട് ഇവർ ജയിക്കും എന്നുള്ളതാണ്. സേവന മനോഭാവത്തോടു കൂടിയുള്ള ജോലി ചെയ്യും. കടങ്ങളും രോഗങ്ങളും അച്ചടക്കത്തോടു കൂടി കൈകാര്യം ചെയ്യും. ദീർഘായുസ്സമുള്ളവരായിരിക്കും എന്നുള്ളതാണ് 6th ഹൗസ് ശനി എന്ന് പറയുന്നത്. ദീർഘായുസ് തരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് 3ലേക്കുള്ള വിശേഷ സൃഷ്ടി വെച്ച് 8ലേക്ക് നോക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. ബാഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശമായ ശനിയാണ് 6 നിൽക്കുന്നത് എങ്കിൽ, ദോഷമായിട്ടുള്ള ഒരു ശനിയാണ് 6 നിൽക്കുന്നത് എങ്കിൽ ക്രോണിക് ഇൽനെസ് ആണ്. വിട്ടുമാറാത്ത അസുഖങ്ങൾ നിരന്തരമായിട്ട് ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ജീവിതം ഇവർക്കൊരു വലിയ ഭാരമായിട്ട് തോന്നും. ഈ ജീവിതം ജീവിക്കണമെന്നേ തോന്നാത്ത രീതിയിലുള്ള വലിയ ഭാരമായിട്ട് ഫീൽ ചെയ്യും. എല്ലാ കാര്യങ്ങളിലും കാലതാമസം, കീഴ് ജീവനക്കാരിൽ നിന്നും പ്രശ്നം, കീഴ് ജീവനക്കാരിൽ നിന്നുമുള്ള പ്രതിസന്ധികൾ, സാഹചര്യം മനസ്സിലാക്കി പെരുമാറി കൂടെ നിന്ന് മുന്നോട്ട് നയിക്കുന്നതിന് പകരം സ്വന്തം ജീവിത സാഹചര്യങ്ങൾക്കും സുഖത്തിനുമായി കൊണ്ട് കീഴ് ജീവനക്കാർ മുതലെടുക്കുന്ന അവസ്ഥ. വിഷാദ പ്രകൃതം. 6th ഹൗസ് സാറ്റേണിൻ്റെ മെയിൻ സ്വഭാവങ്ങളിലൊന്നാണ് വിഷാദമായിട്ടുള്ളൊരു പ്രകൃതം. ഡിപ്രഷൻ, ഒരു മുഖം എപ്പോഴും ഒരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥ. ഒരിക്കലും അവർ ഡിപ്രഷനിലേക്ക് പോയി പിന്നെ തിരിച്ച് കയറി വരാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഒന്നത് ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ 6th ഹൗസ് സാറ്റേണിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ നല്ലപോലെ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജീവിതം എന്ന് പറയുന്നത് കഠിനവും ദുരിതപൂർണവുമാണ് എന്നുള്ള ചിന്ത ഇവരെപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഏത് കഠിന സാഹചര്യത്തെയും കരകയറാനുള്ള ഒരു മാനസിക ബലവും ശക്തിയും ഇവർക്കുണ്ടാവും. എന്നാൽ അശുഭ ചിന്തകളായിരിക്കും എപ്പോഴും വരുന്നത്. ഇവരോടൊന്ന് സംസാരിച്ച് നോക്കിയാണല്ലോ, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രെയിൻ ആവും. സ്പിരിച്വൽ ആണെന്നുണ്ടെങ്കിൽ യോഗ, ധ്യാനം, ഈശ്വര വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ 9 മിനിറ്റും ശുഭാപ്തി വിശ്വാസമില്ലായ്മയും അശുഭചിന്തകളുമായിരിക്കും പറയുന്നത്. അത് നമ്മൾ കുറേ കാര്യം കേട്ട് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് കൺസൾട്ടേഷനൊക്കെ എടുക്കുമ്പം ഈ 6th ഹൗസിൻ്റെ ഇവർ ആ നിരന്തരമായിട്ടുള്ള ആ ദുരിതപൂർണമാണ് ജീവിതം എന്ന് ഒരു പ്രതീക്ഷയില്ലാതായിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ ഇവർ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. തരണം ചെയ്താലും ഇവർക്ക് ആ ഒരു അശുഭ ചിന്താരീതികളുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് കയറി വരാൻ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഒരു ഭയം, ജോലി നഷ്ടപ്പെടുമോ, തെറ്റുകൾ പറ്റുമോ, അസുഖങ്ങൾ വരുമോ, എനിക്ക് പ്രതിസന്ധികൾ വരുമോ, ഭയം, ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ടുള്ള ഭീതി ഭയങ്കര കൂടുതലായിരിക്കും. അത് ഒന്ന് ശ്രദ്ധയിൽ വെക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരു ദുരിതങ്ങളെക്കുറിച്ചും നിരാശയെക്കുറിച്ചും പറയുന്ന വീഡിയോസ്, പ്രണയ നൈരാശ്യം, ജീവിത നൈരാശ്യങ്ങളെക്കുറിച്ച് സിനിമകളിലെ ആണെങ്കിലും മറ്റാണെങ്കിലും നൈരാശ്യം നിറഞ്ഞ പാട്ടുകൾ അല്ലെങ്കിൽ സീനുകൾ, നൈരാശ്യം നിറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പൊതുവേ മാനസികമായിട്ട് വേദനയുണ്ടായിട്ടുള്ളവർക്ക് ഈ നൈരാശ്യ വിഷയങ്ങളിൽ ഒരു താല്പര്യം വരും. മനുഷ്യനാണല്ലോ, സ്വാഭാവികമായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, അത് ഏത് ഗ്രഹം നിന്നാലും വരും. പക്ഷേ ഇവർക്കൊരു കടമയും ഉത്തരവാദിത്വവും ധാരാളം ഏറ്റെടുത്തിട്ട് അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പം ചുറ്റുപാടുമുള്ളവർ തങ്ങളെ അതിനനുസരിച്ച് സാഹചര്യം മനസ്സിലാക്കാതെ പെരുമാറുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഇവർക്ക് വലിയ ദുഃഖം ഉണ്ടാകും.
ഈ കടമയും ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഇവർക്ക് ബോധമുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരതിലൊരു കുരുക്കിൽപ്പെട്ട പോലെ ആയിരിക്കും, ഒരു കെണിയിൽപ്പെട്ട പോലെ ആയിരിക്കും. അടിവില്ലി വീടിന് പോകാമെന്ന് പറയത്തില്ല. നമുക്കത് ചെയ്ത് തീർക്കേണ്ടത് ചുറ്റുപാടുള്ളവരൊക്കെ സൂചിച്ചിരിക്കുമായിരിക്കും. എന്നാൽ പോലും ചെയ്ത് തീർക്കേണ്ടത് നമ്മളെ തന്നെ അല്ലെ 6ൽ ശനി നിൽക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്തമാണെന്നും ഉള്ളൊരു ബോധ്യം സർവ്വ ആൾക്കാരും കൂടെ പ്രഷർ തന്നത് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അതങ്ങ് സ്വയം അങ്ങനെ ഒരു കെണി വീണാന്ന് തോന്നുന്നു. ആക്ച്വലി ഈ 6ൽ ശനി നിൽക്കുന്നവർ ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവർ ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം പെടും. ഈ സാഹചര്യങ്ങളെല്ലാം മാറി മറിയും. പക്ഷേ ഇവരത് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയാൽ ഇവരുടെ ആ ഒരു ഡിസിപ്ലിനും ആ ഫോക്കസും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരത് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സമൂഹം ആൾക്കാർ വരും. അത് കുറേ കാലം അത് ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യും. ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, ഈ 6ൽ ശനി നിൽക്കുന്നവരുടെ കൂടെ ആൾക്കാരുണ്ടായാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ 6ൽ ശനി നിൽക്കുന്നവരുണ്ടാവും. പക്ഷേ 6ൽ ശനി നിൽക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ദൈവമേ കാണത്തുള്ളൂ എന്നുള്ളതാണ്. ഈശ്വരനല്ലാതെ വേറെ ആരുമില്ല. എല്ലാവരും അവരവരുടെ സുഖത്തിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും എൻ്റെ നിരീക്ഷണത്തിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ശക്തമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനയും ജപവും സാധനയും ശാസ്താവിനെ ആരാധിക്കുകയൊക്കെ ചെയ്ത് മനസ്സിനൊരു ബലം വരുത്തുകയും ഒരു ഡിസിപ്ലിനും ശക്തമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ലെവലും പറയേണ്ടത് കൃത്യസമയത്ത് പറയുകയും ആർക്കും വേദന വരാത്ത രീതിയിൽ അത് പറയുകയും അവതരിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഈ നനഞ്ഞിടം കുഴിക്കുക എന്നൊക്കെ. ആ നനഞ്ഞു കിടക്കുന്നിടം കുഴിക്കാൻ പൊതുവെ മനുഷ്യന് സുഖിവാന്മാർക്ക് പൊതുവെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും സുഖമല്ലേ ഇഷ്ടം. അപ്പം നനഞ്ഞിടം കുഴിക്കാൻ പൊതുവെ മനുഷ്യർക്ക് വലിയ താല്പര്യമാണ്. അല്ലെങ്കിൽ അത്രയും ധർമ്മബോധം വേണം, അത്രയും കണ്ണിച്ചോരയുള്ളവരായിരിക്കണം. അവരെ ഉപദ്രവിക്കരുത്, അവരത്രയും കഷ്ടപ്പെടുന്നതാണെന്നുള്ളൊരു ബോധ്യം തോന്നണമെങ്കിൽ അത്രയും കണ്ണിച്ചോരയുള്ളവരായിരിക്കണം. കണ്ണിച്ചോര ഉണ്ടെന്ന് ധരിപ്പിച്ചാൽ പോലും അതിന് നമ്മൾ സ്വയം നിന്നു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോ പറയേണ്ടിടത്ത് നോ പറയാതിരുന്നാൽ കാലം നിങ്ങൾക്കെതിരെയാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് വരികയും ചുറ്റുപാടുമുള്ളവരെല്ലാം നിങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നുള്ള ചിന്ത കാലക്രമേണ വരികയും വിട്ടുമാറാത്ത നിരാശയും വിഷാദവും വരികയും ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പലപ്പോഴും ഒരു കിണിയിൽപ്പെട്ട പോലത്തെ ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഈശ്വര സേവ ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൾക്കാർ കൂടെ വരിക, നല്ല ആൾക്കാർ കൂടെ ഉണ്ടാവുക. അത് ഫാമിലിയിലാണെങ്കിലും സുഹൃത്തുക്കളുടെ രൂപത്തിലാണെങ്കിലും പാർട്ട്ണറിൻ്റെ രൂപത്തിൽ വരുന്നതാണെങ്കിലും ഒക്കെ ഒരു വലിയ ദൈവാധീനമാണ്. അപ്പം അതൊരു നിയോഗവും കൂടിയാണ്. അങ്ങനെ അല്ലെങ്കിൽ പോലും സാധന ചെയ്യുകയും ഈശ്വര സേവയും ചെയ്ത് കഴിഞ്ഞാൽ ശക്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് നിങ്ങൾക്കത് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുകയും ചെയ്യും. നിങ്ങൾക്കത് മുന്നോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അതൊരു കൃത്യത എല്ലാ കാര്യത്തിലും വരിക എന്നുള്ളതാണ്. അതുപോലെ ഈ 6th ഹൗസിൽ നിൽക്കുന്ന സാറ്റേൺ തരുന്ന ചില ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളും കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആഘാതം, ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരൊറ്റ സംഭവത്തിൽ നിന്നൊന്നും ഉണ്ടാകുന്നൊന്നുമല്ല. ജീവിതത്തിൻ്റെ പല വഴികളിൽ നിന്നും, ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ കഠിനാധ്വാനത്തിൽ നിന്നും സഹനത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ്. വിട്ടുമാറാത്ത വേദനകൾക്ക് കാരണമാകുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ദാരിദ്ര്യം ധാരാളം അനുഭവിച്ചതിൻ്റെ, തൻ്റെ കടമകൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഹോമിച്ചതിൻ്റെ വാക്യമത്രമായിട്ട് കിട്ടിയ വേദനാജനകമായിട്ടുള്ള തിരിച്ചടികൾ, അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ആഘാതപരമായിട്ടുള്ള മാനസിക നില, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് തൻ്റെ നല്ല സമയങ്ങളെല്ലാം കളയുന്ന ഒരു ജോലിയിൽ അകപ്പെട്ടു പോയിട്ട് കുടുങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് ഊരി വരാൻ പറ്റാതെ കുടുങ്ങിപ്പോയതിൻ്റെ ട്രോമ,
എൻ്റെ നല്ല കാലമല്ലേ ഇവിടെ പോയല്ലോ, എന്നിട്ട് എനിക്കൊരു വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ, എന്നെക്കൊണ്ട് ചുറ്റുപാടുള്ളവർക്കുമാണല്ലോ പ്രയോജനം ഉണ്ടായെന്നുള്ള ചിന്ത. ഇത്രയും നല്ലൊരാളെ കിട്ടിയതിൽ അവർ അതിനനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല, അല്ലാതെ അവരെ വേണ്ടത് മാത്രം കൊടുത്ത് അങ്ങനെ നിർത്തി കൊണ്ടുപോയതിൻ്റെ ട്രോമ, ഇത് കടുത്ത വിഷാദത്തിലേക്കും നിരാശയിലേക്കും നയിക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ, ജീവിതം ഒരു പോരാട്ടമാണ് എന്നുള്ള ചിന്തയും, ജീവിതത്തിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എനിക്ക് എന്നുള്ള ചിന്തയും, എന്നും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഒറ്റപ്പെടലുണ്ടാകുമെന്ന ചിന്തയുമെല്ലാം ഇവരുടെ നിരന്തരമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഇവർ കൂട്ടിയുറപ്പിച്ച്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു വിഷാദ മനോഭാവം എന്നും ഉണ്ടാവും. ഒരാൾ വരുമ്പോൾ തന്നെ കാലക്രമേണ ഇവരുടെ അടുത്തേക്ക് ആൾക്കാർ അടുക്കുമ്പോൾ തന്നെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണോ എന്നുള്ളൊരു ചിന്തയും വരും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മധ്യവയസ്സിന് ശേഷം ജീവിതകാലം മൊത്തവും നീണ്ടു നിൽക്കുന്ന ഒരസുഖം, അല്ലെങ്കിൽ ജീവിത രോഗം, കടം എന്നുള്ള 6-ാം ഭാവം പറയുമ്പോൾ ജീവിതകാലം മൊത്തവും നീണ്ടു നിൽക്കുന്ന കടം, ജീവിതകാലം മുഴുവൻ ഒന്നിനു പുറകെ ആയിട്ട് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, സപ്പോർട്ടിങ് ഇല്ലാത്തതും, കൂട്ടത്തിലുള്ളവരെല്ലാം കൂടെ നിന്നുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധങ്ങൾ, ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞ ജോലി, അല്ലെങ്കിൽ വരുമാനത്തിന് മുകളിൽ ചിലവുള്ള സമയത്തും നിസ്സഹായത കൊണ്ട് വരുമാനം കുറഞ്ഞ ജോലിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ട അവസ്ഥ, കടുത്ത ഏകാന്തത അനുഭവിക്കുക, ഇതെല്ലാമാണ് വാസ്തവത്തിൽ 6th ഹൗസ് സാറ്റേണിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഫലങ്ങൾ. ഇതിൻ്റെ കർമ്മപരമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്, കർമ്മപരമായിട്ടുള്ള സൂചനകൾ എന്ന് പറയുന്നത്, മുൻജന്മത്തിൽ തൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്നവരെ ഒക്കെ വേണ്ടതുപോലെ നോക്കാതിരുന്നതിൻ്റെ ഒരു ഫലമാണ്. അവരെ കഠിനമായി പണിയെടുപ്പിച്ചതിൻ്റെയോ അല്ലെങ്കിൽ പണിയെടുപ്പിച്ചിട്ട് അവരെ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെയോ ഒക്കെ ഒരു ഫലമായിട്ടാണ് ഒരു കാരണം ഇത് ഇങ്ങനെ വരുന്നത്. അതുപോലെ തൊഴിലാളികളെ പീഡിപ്പിച്ചതിനോടൊപ്പം തന്നെ സ്വന്തം കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിൻ്റെ ഫലങ്ങൾ. അപ്പം അങ്ങനെ രോഗമുണ്ടായിരുന്നവരെ ബുദ്ധിമുട്ടിച്ചതിൻ്റെയും അവരെ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാഹചര്യമുണ്ടായിട്ടും അവർക്ക് ധനമോ സാഹചര്യമോ ഇല്ലാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ പ്രൊഫഷൻ മിസ്യൂസ് ചെയ്തതിൻ്റെയും ഫലം. ഇപ്പോൾ ഈ ജന്മം ഇപ്പോൾ ഡോക്ടറാണെന്ന് വെച്ചു ഉദാഹരണത്തിന്, അല്ലെങ്കിൽ നല്ല സഹായിക്കാൻ പറ്റുന്ന പൊസിഷനിലിരിക്കുമ്പോൾ പണമുള്ളവരെയും കാശുള്ളവരെയും കാണുമ്പം അവരോട് നല്ല രീതിയിൽ സഹകരിക്കുകയും, എന്നാൽ അതില്ലാതെ വരുന്ന സമയത്ത് ഇല്ലാതെ വരുന്ന ഒരു നിസ്സഹായനായ മനുഷ്യനെ അതേപോലെ തന്നെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരൊരു മനുഷ്യനായി പോലും ഒരു ജീവനായി പോലും കണക്കാക്കാത്തതിൻ്റെ ഫലമായിട്ട് വരുന്ന കർമ്മഫലമാണ്. ഒന്നി അത് ഈ ജന്മത്തിൽ അനുഭവിക്കുക, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് ബാക്കി വെച്ചേക്കാം. അപ്പം അത് അടുത്ത ജന്മത്തിൽ, ഇപ്പോൾ പൂർവ്വജന്മത്തിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അത് മുകളിൽ പറഞ്ഞ ദുരിതങ്ങളായിട്ടും മാറാരോഗങ്ങളായും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ധനം, കഷ്ടപ്പാട്, കേസ് വഴക്ക് ഇത്യാദി കാര്യങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും കഷ്ടപ്പാടുകളായിട്ടും കഠിന തടസ്സങ്ങളായിട്ടും എന്തിനങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു ചെയ്യേണ്ട ഒരു ജോലിക്ക് പുറപ്പെട്ടാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അപ്പോഴായിരിക്കും കറണ്ട് അങ്ങ് പോകും, ലൈറ്റ് പോകും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദാഹരണം വെച്ച് നിങ്ങളൊരു പച്ചക്കറി മേടിക്കാൻ ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്കൊന്ന് പോകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പോകാൻ തീരുമാനിച്ച ആ സ്പോട്ടിൽ അത് നടക്കാതെ അതിനൊരു തടസ്സം വരുത്തുക എന്നുള്ളതാണ്. അപ്പം ഇത് എല്ലാമാണ് ഇതിനകത്തെ മെയിനായിട്ടുള്ള കാര്യം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കും. ഇതിൻ്റെ ലെങ്ത് കൂടി വരിക. ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ശനി താൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏകദേശം 3-7-10 പൂർണ്ണ ദൃഷ്ടിയുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അത് 8-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി, 3rd ഹൗസിൽ 6th നിന്ന് കഴിഞ്ഞാൽ 8-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ശനിയുടെ 3ാമത്തെ ദൃഷ്ടിയാണ്. ഇപ്പോൾ ഒരാളുടെ ലഗ്നത്തിൽ 6-ൽ ശനി നിന്ന് കഴിഞ്ഞാൽ 8ലേക്ക് ദൃഷ്ടി ചെയ്യും. 8ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശനിയുടെ 3ാം ഭാവം, ശനി 6-ലാണ് നിൽക്കുന്നത്, 6, 7, 8 3ലേക്കുള്ള വിശേഷ ദൃഷ്ടിയാണ്. ഇത് ആയുസ്, ജീവിതത്തിലുണ്ടാവുന്ന പരിവർത്തനങ്ങൾ, ആയുസ് കൂട്ടും.
കാരണം ഭാവത്തിലേക്ക് അഷ്ടമത്തിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അഷ്ടമത്തിൻ്റെ കാരഗ്രഹം അഷ്ടമത്തിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ്. ആയുസ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഗൂഢശാസ്ത്രങ്ങളിൽ താല്പര്യം വരും. മെഡിറ്റേഷൻ, ധ്യാനത്തിലേക്കുള്ള സാധ്യതകൾ വരും. അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഗവേഷണം, നിഗൂഢശാസ്ത്രങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, ഷെയർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യവും അതിനകത്ത് ഇറങ്ങാനോ ഉള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ 7th ആസ്പെക്റ്റ് എന്ന് പറയുന്നത് 6th എന്നുകൊണ്ട് 7th ആസ്പെക്റ്റ് എന്ന് പറയുന്നത് 12ാം ഭാവമാണത്. 6, 7, 8, 9, 10, 11, 12 12ാം ഭാവമാണ്. ഇത് നഷ്ടങ്ങൾ, ആശുപത്രിവാസം, വിദേശവാസം, മോക്ഷം, കിടപ്പ് എന്നിവയുടെ ഭാവമാണല്ലോ. ഇത് ആശുപത്രി, ജയിൽ, ആശ്രമങ്ങൾ, റിട്രീറ്റ് പ്ലേസസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. എന്നാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. പ്രായത്തിൽ മധ്യവയസ്സാണെങ്കിൽ പ്രായത്തിൽ കൂടിയവരുമായിട്ടും വാർദ്ധക്യം വരുന്ന സമയത്ത് പ്രായത്തിൽ കുറഞ്ഞവരുമായിട്ടുമുള്ള ചില ബന്ധങ്ങൾ വന്ന് അത് പിന്നീട് വേദനാജനകമാവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതും സൂക്ഷിക്കുക. 3ാം ഭാവത്തിലേക്കുള്ള 10th ഹൗസ് ആസ്പെക്റ്റ് 6, 7, 8, 9, 10, 11, 12, 1, 2, 3 3ലേക്കുള്ള ദൃഷ്ടി, ലഗ്നാൽ 3ലേക്കുള്ള 6 നിന്നുകൊണ്ടുള്ള ശനിയുടെ ദൃഷ്ടി. ഇത് ധൈര്യം, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ പാർട്ടല്ലേ 3rd ഹൗസ് എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, സ്വന്തം പ്രയത്നം എന്നിവയെ സൂചിപ്പിക്കും. ധൈര്യം, വീര്യം, ചതുർബുദ്ധി എന്നല്ല പറയുന്നത്. ഈ ശനി അങ്ങോട്ട് നോക്കുമ്പം ആശയവിനിമയത്തിന് കുറച്ച് നേരം ഒന്ന് ആലോചിക്കും. ശനി അവിടെ നിൽക്കുന്ന സമയത്ത് ആശയവിനിമയം ചെയ്യാൻ നല്ല ഭയമായിരിക്കും. ആദ്യം ഒന്ന് പേടിക്കും, ഒന്ന് വിരളും, ഒന്ന് പുറം വലിഞ്ഞിട്ട് കുറേ നിരീക്ഷണം കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചില സമയത്ത് ബ്ലോക്കാവും. ധൈര്യം കുറയും, ഭയം കൂടുന്നതാണ്. 3ലേക്കുള്ള ദൃഷ്ടി 6 ചെയ്യുന്നതുകൊണ്ട് 3ലേക്ക് നോക്കുമ്പോൾ ധൈര്യം കുറയും. കുറച്ച് കഴിഞ്ഞ് ആദ്യം ഒന്ന് കുറയും. പിന്നെ എന്ത് കാര്യങ്ങളും സംസാരിക്കുന്ന സമയത്തൊരു അച്ചടക്കം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ കഠിനാധ്വാനം ധാരാളം ചെയ്യേണ്ടതായിട്ട് വരുന്ന അവസ്ഥ. ഇവയെല്ലാമാണ് 3ലേക്കുള്ള ദൃഷ്ടി വരുമ്പോൾ. 3ലേക്ക് ഈ ശനിയുടെ 3ലേക്കുള്ള ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദുർബുദ്ധി ഭാഗത്തിലേക്ക് ശനി നോക്കിയാൽ അത്ര നല്ലതല്ല. അപ്പം എടുത്തുചാട്ടം, ദുർവ്യയം, ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചും ഒക്കെ എടുത്തു ചാടിയും ഒക്കെ ഒരു എത്ര അറിവുണ്ടായാലും വിഷയങ്ങളെ ഒടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. 6th ഹൗസിൽ നിൽക്കുന്ന സാറ്റേൺ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെയും അതുപോലെ തന്നെ ഇതിവര്യന്മാരുമായിട്ടുള്ള സംസർഗവും ഈശ്വരസേവയും എല്ലാ മാസവും കഴിയുമെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ശബരിമലയിൽ പോയി തൊഴുകയും, നാട്ടിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മണ്ഡലകാലത്തെങ്കിലും ശബരിമലയിൽ പോയി തൊഴുകയും, ദാനം വയ്യാത്തവർക്കൊക്കെ ദാനം ചെയ്യുകയും, പ്രത്യേകിച്ച് വികലാംഗർക്ക്, നാഡീതളർച്ചയുള്ളവർക്ക്, കിടക്കുന്നവർക്ക് നമുക്ക് ദാനം ചെയ്യുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും, അഗതികളെ, സാധുക്കളെ സഹായിക്കുകയും അവർക്ക് വേണ്ട യോഗ, ഈശ്വര വിഷയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും, മരുന്ന് വേണ്ടവർക്ക് പ്രത്യേകിച്ച് തൈലമൊക്കെ തേച്ച് കുളിക്കേണ്ടവർക്ക്, ഈ ശനിയുടെ കാരകത്വത്തിലുള്ള ആർത്രൈറ്റീസ് പോലുള്ള അസുഖമുള്ളവർക്ക്, ഈ തേച്ച് കുളി അങ്ങനെയൊക്കെയുള്ള ആവശ്യമുള്ളവർക്ക് തൈലം പോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ദാനം ചെയ്യുന്നതും, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ടല്ലോ, ഉഴിച്ചിൽ, പിഴിച്ചിൽ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടി ധനം മുടക്കുന്നതും ഒക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അവരെ സഹായിക്കുന്നു, അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഒക്കെ ശനിക്കുള്ള പ്രീതിയാണ്. 6ലെ ശനിക്കുള്ള ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ജീവവിഷയങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ്. ശനിയുടെ ജീവദാനങ്ങൾ ചെയ്യുക, ധാന്യങ്ങൾ ദാനം ചെയ്യുക, ശനിയുടെ ഔഷധങ്ങൾ ദാനം ചെയ്യുക, ശനിയുടെ കാലഘട്ടത്തിലുള്ള ഔഷധം, ഇതൊക്കെ പൂർവ്വജന്മ പ്രാരാബ്ധങ്ങളെ കുറയ്ക്കുകയും ശനി അനുഗ്രഹിക്കുകയും വലിയ സമ്പത്തും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫും
നിങ്ങൾക്ക് സെറ്റാക്കിയെടുക്കാൻ സൂക്ഷ്മ ലോകം, സറ്റിൽ വേൾഡ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി അയ്യപ്പ സ്വാമിയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.